ഇത്തരം വാർത്തകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയുന്നത്? അതിനുള്ള ഒരു കാരണം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയാവാം. എന്താണത്? വരൂ നമുക്ക് നോക്കാം. ഹലോ, മൈ നെയിം ഈസ് ആതിര ജാനകി. ഐ എം എ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആൻഡ് എ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേറ്റർ. വെൽക്കം ടു ദ വീഡിയോ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാന്തര വിഷാദം പ്രസവശേഷം അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണിത്. സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഈ ഒരവസ്ഥ കാണപ്പെടാറുണ്ട്. പുതുതായി മാതാപിതാക്കളായിട്ടുള്ള കപ്പിൾ, അതുപോലെ ഗർഭം അലസിപ്പോയ അബോർഷൻ സംഭവിച്ച കപ്പിൾ, കുട്ടികളെ ദത്തെടുത്തിട്ടുള്ള കപ്പിൾ, ഇവരും ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകാറുണ്ട്. നിങ്ങളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഈ ഒരവസ്ഥയുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും നമുക്ക് പ്രകടമായി കാണാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് സ്ഥായിയായ സങ്കടം. ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടുക, ദിവസം മുഴുവൻ സങ്കടപ്പെടുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും കരച്ചിൽ വരിക, ദേഷ്യം വരിക, പ്രത്യേകിച്ച് ഒരു വികാരങ്ങളും പ്രകടിപ്പിക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ ഒരു ഉത്സാഹമില്ലായ്മ, ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത അവസ്ഥ, കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും സ്വന്തം കാര്യത്തിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും ഒരു താല്പര്യക്കുറവ് തോന്നുക, ഉറക്കത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ചില ആളുകൾ കൂടുതലായിട്ട് ഉറങ്ങും, ചില ആളുകൾക്ക് എത്ര ഉറങ്ങിയാലും ക്ഷീണം തീർന്നില്ല എന്നുള്ള തോന്നലുണ്ടാവുക, ചില ആളുകൾ തീരെ രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെ ആളുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരുന്ന ലക്ഷണങ്ങളാണ്. ഉത്കണ്ഠ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുക. എന്ത് സംഭവിക്കും? മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? എനിക്കെന്തെങ്കിലും പറ്റിയാൽ കുട്ടിയുടെ കാര്യം എന്താവും? അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുന്നത് കാണാറുണ്ട്. അതുപോലെ അശ്രദ്ധ, കുട്ടിയുടെ കാര്യങ്ങളിൽ താല്പര്യക്കുറവ്, കുട്ടീനെ പാല് കൊടുക്കാൻ താല്പര്യമില്ലാണ്ടിരിക്കുക, കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹക്കുറവുണ്ടാവുക, അതുപോലെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും സ്വയം റെഡിയാവാനും പല്ല് തേക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു താല്പര്യക്കുറവും കാണിക്കാറുണ്ട്. ചിലരെങ്കിലും സ്വയം ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചും കുട്ടികളെ അപായപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചിന്തിക്കാറുണ്ട്. ഇവർ ആത്മഹത്യ പ്രവണതയും കാണിക്കാറുണ്ട്. ഗർഭകാലവും പ്രസവവും ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രസവത്തിന് ശേഷം 1-2 ആഴ്ച ഈ ലക്ഷണങ്ങൾ ഏറിയും കുറഞ്ഞുമൊക്കെ കാണപ്പെടുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനെ നമ്മൾ പോസ്റ്റ് പാർട്ടം ബ്ലൂ എന്ന് പറയുന്നു. ഒരു 2 ആഴ്ചക്കകം ഈ ലക്ഷണങ്ങൾ പതിയെ ഇല്ലാതാവുകയോ കംപ്ലീറ്റ് ആയിട്ട് മാറുകയോ ചെയ്യും. എന്നാൽ 2 ആഴ്ചയ്ക്ക് ശേഷവും കുറച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ലക്ഷണങ്ങളിൽ കൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാം. ചില ആളുകളിൽ കൃത്യമായ ചികിത്സയുടെ അഭാവം മൂലം ഈ അവസ്ഥ കുറച്ചുകൂടെ മൂർച്ഛിച്ച് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നൊരവസ്ഥയാകും. ഇവർക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത കാഴ്ചകൾ കാണുക, ഇങ്ങനെ കുറച്ചുകൂടെ സൈക്കോസിസിൻ്റെ സിംറ്റംസ് കൂടെ കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണോ? ഇതിന് പരിഹാര മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ്. കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും അതുപോലെ ചില സന്ദർഭങ്ങളിൽ മെഡിസിൻ യൂസ് ചെയ്തിട്ടുള്ള സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പങ്കാളിയുടെ, കുടുംബാംഗങ്ങളുടെ, സുഹൃത്തുക്കളുടെ സഹായവും പരിഗണനയും വളരെ അത്യാവശ്യമാണ്. കൂടാതെ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, പ്രായോഗികമായ ആയുർവേദ ചികിത്സാ രീതികൾ, പ്രസവാന്തര ശുശ്രൂഷ, ഇതൊക്കെ ലക്ഷണങ്ങളെ ഒരു പരിധിവരെ കുറക്കാൻ സഹായിക്കും. കുട്ടിയെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ അമ്മമാർ അവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്കും ഹോബീസിനും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാൻ കുറച്ചെങ്കിലും സമയം കണ്ടുപിടിക്കണം. അമ്മയാവുക എന്നുള്ളത് നമ്മുടെ പല റോളുകളിൽ ഒരു അഡിഷൻ മാത്രമാണ്, അല്ലാതെ ഞാൻ എന്ന വ്യക്തി ഇല്ലാതാകുന്നില്ല. എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് മറ്റൊന്നിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.